ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത്. രാജ്യ തലസ്ഥാനത്ത് വിഷപ്പുക രൂക്ഷമായിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഡൽഹിയിൽ വായു ഗുണനിലവാരം മോശം രീതിയിലാണ് തുടരുന്നത്. പ്രധാന നഗരങ്ങളിലെല്ലാം വായു ഗുണനിലവാര സൂചിക 300-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ ആനന്ദ് വിഹാർ, അക്ഷർധാം അടക്കമുള്ള സ്ഥലങ്ങളിൽ സൂചിക 300-ന് മുകളിലാണ്. പ്രധാനപ്പെട്ട നഗരങ്ങൾ, സ്ഥലങ്ങളാണ്, പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ വായു ഗുണനിലവാര സൂചിക 300-ന് മുകളിലേക്ക് കടന്നിരിക്കുകയാണ്. രാജ്യ തലസ്ഥാനം വിഷപ്പുകയാൽ നിറഞ്ഞിരിക്കുന്നു. വായു ഗുണനിലവാരം മോശം രീതിയിൽ തുടരുന്നു എന്നുള്ളതും കൂടിയാണ്. പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ 300-ന് മുകളിലേക്ക് വായു ഗുണനിലവാര സൂചിക എത്തിയിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത്. ഇതിനെ സംബന്ധിച്ച നടപടികളൊക്കെ ഏറെ നാളായി സർക്കാരിൻ്റെ ഭാഗത്തോട്ട് ഡൽഹി സർക്കാർ അതിനെ സംബന്ധിച്ചുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു പോരുകയാണ്. പക്ഷേ ഈ വിഷപ്പുക ശമിപ്പിക്കാനാകുന്നില്ല സർക്കാരിന്. ദീപാവലി കഴിഞ്ഞൊരു സാഹചര്യത്തിൽ കൂടി ഇതൊന്ന് കൂടുന്നൊരു ഘട്ടത്തിലേക്കൊക്കെ തന്നെ എത്തി. ഈ പുകമയം വലിയ രീതിയിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ദിനചര്യകളെ, ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. മാസ്ക് ഇടാതെ പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. മാസ്ക് തീർച്ചയായും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത്രത്തോളം രൂക്ഷമാണ് അവിടുത്തെ സാഹചര്യം. ഡൽഹിയിൽ ആ ഒരു വിഷപ്പുക അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. അത് ശ്വസിക്കുമ്പോൾ ഭയങ്കര എരിവാണ് അനുഭവപ്പെടുക എന്നുള്ളതാണ്. കാരണം മൂക്കിലൂടെ എരിവ് കയറുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. ആ ഒരു സാഹചര്യമാണ് ഡൽഹിയിൽ പോയവർക്ക് അത് മനസ്സിലാകും. ഡൽഹി നിവാസികൾക്ക് അത് എന്തായാലും മനസ്സിലാകും എന്നുള്ളതും കൂടിയാണ്. കാരണം ഒരു പുക ശ്വസിക്കുന്ന പോലെയല്ല, നമ്മൾ കേരളത്തിൽ ശ്വസിക്കുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു പുക എടുക്കുന്ന പോലെയല്ല. ഇവിടെ ഒരു എരിവ് കലർന്ന ഒരു നീറ്റലൊക്കെയാണ് ഈ ഒരു വിഷപ്പുക ഉള്ളിലേക്ക് ചെല്ലുമ്പോഴൊക്കെ അറിയുക. പ്രത്യേകം രാവിലത്തെ സമയങ്ങളിൽ, അതായത് ഒരു 4 മണിയോടുകൂടിയൊക്കെ ആവുന്ന സമയത്ത് ഈ തണുപ്പും ഈ വിഷപ്പുകയും എല്ലാം കൂടി ഒരു എരിവ് കലർന്ന ഒരു വികാരം നമ്മുടെ ഉള്ളിലേക്ക്, തലച്ചോറിലേക്കൊക്കെ കയറുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും 300-ന് മുകളിലേക്ക് കടന്നിരിക്കുന്നു ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക എന്നുള്ളതാണ്. ആനന്ദ് വിഹാർ, അക്ഷർധാം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ 300-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. രാജ്യ തലസ്ഥാനം വിഷപ്പുകയാൽ നിറഞ്ഞിരിക്കുന്നു.